കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി ഇത് ചെയ്തു. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും യു പിയിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP ഇത് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അവർ നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി, അവർക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഇക്കാര്യം ചെയ്തു. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല. അന്നത്തെ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെയുണ്ട്. അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ പുതിയതായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന സംഭവമല്ല. ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശ്ശൂരിലെ വിഷയം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ ഒരു സ്ത്രീ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിൻ്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ്. അവരറിഞ്ഞിട്ട് പോലുമില്ല. അഡ്രസ്സിൽ ചേർത്തിരിക്കുക. അന്ന് കോൺഗ്രസിൻ്റെ ഏജന്റുമാർ മറ്റേ ബൂത്തുകളിലെ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ 9 വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് പരാതി കൊടുത്തത്. അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു, എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, അവിടെ നടന്നിട്ടുണ്ട്. വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത്. സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. അതിന് സംസ്ഥാന ഗവൺമെൻറ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം. നമ്മുടെ BLOമാരൊക്കെ ഉണ്ടല്ലോ, ബൂത്ത് ലെവൽ ഓഫീസർമാർ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വയ്ക്കുന്ന ആളുകളല്ലേ. അപ്പോൾ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പലതരത്തിൽ. അപ്പോൾ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശ്ശൂരിലെ കാര്യത്തിൽ നടത്തണം. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതങ്ങനെ പാടില്ല. ഇപ്പോൾ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും. ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവും, തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവും. ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന അർത്ഥം, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ലെന്നുള്ളതാണ്. ഉറപ്പായിട്ട് പറയണമല്ലോ, ഉറപ്പായിട്ട് മറുപടി പറയണം. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചല്ലേ. ഇപ്പം നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എൻ്റെ അവകാശമല്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾക്കൊരു ബാധ്യതയില്ല, ജനങ്ങളോട് ബാധ്യതയുണ്ട്. ഈ വി മുരളീധരൻ എന്ന BJP ഇന്നലെ ചോദിച്ചത് 11 വോട്ടൊക്കെ ചേർന്നത്ര തെറ്റാണ്, 11 വോട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ചോദ്യം. 11 വോട്ടിന്റെ അല്ലല്ലോ ആരോപണം, 11 വോട്ടിന്റെ ആണ് ആരോപണം. ഞാൻ തന്നെ പറഞ്ഞത് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത 9 പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ ഇല്ലേ. അതടക്കമുള്ള എത്ര കേസുകളുണ്ട്. ഫ്ലാറ്റുകളിൽ വ്യാപകമായി ഫ്ലാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു കേസല്ല, ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അതൊരു പരാതി കൊടുക്കാം, അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. ഒന്നല്ല, ഞങ്ങളുടെ കണക്ക് തന്നെ 50,000-നും 60,000-നും ഇടയിൽ വോട്ടുകളുണ്ടെന്നുള്ള ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത്. കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ വരും. ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ വിഷയം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യുകയും അതിശക്തമായി ഞങ്ങൾ ഇടപെടുകയും ചെയ്തു. പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഞങ്ങൾ ഫലപ്രദമായി തടഞ്ഞു.
ഫലപ്രദമായി തടഞ്ഞു. വളരെ ശക്തമായി പറഞ്ഞു. ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ. അന്ന് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്.